എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1347 ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ നജീബ് അഹമ്മദാണ്. അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയായിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് വീണ്ടും ഡോക്ടർ എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ഡോക്ടറെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. താങ്ക് യു ഷൈല. ലെറ്റ് മീ ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്യട്ടെ. ഷെയർ. യെസ്, ഒരു പ്രസന്റേഷൻ ഉണ്ട്. സോ വന്നിട്ടുണ്ട്. യെസ്. താങ്ക് യു ഡോക്ടർ ഷൈല. ഡോക്ടർ ഷൈല, കുട്ടി സുന്ദരനും സുമുഖനായിരിക്കണം. മാട്രിമോണിയൽ അല്ല, നമ്മളൊരു കഥയിലെ തുടങ്ങുകയാണ്. ഓമനത്വവും നിഷ്കളങ്കതയും തേജസ്സുള്ളൊരു ബാലനായിരിക്കണം. മൈക്കൽ ആഞ്ചലോ ബൊനറോട്ടി, മൈക്കൽ ആഞ്ചലോ മഹാനായ കലാകാരൻ, അദ്ദേഹം ഒരു അന്വേഷണത്തിലാണ്. സിസ്റ്റീൻ ചാപ്പൽ എന്ന വലിയ ഭദ്രാസന പള്ളിയുടെ, റോമിലെ ഏറ്റവും വലിയ പള്ളിയുടെ ആൾത്താരയിലും അതുപോലെ അതിൻ്റെ മകുടത്തിലും ചിത്രം വരക്കാനുള്ള വലിയ ഒരു പ്രോജക്റ്റാണ് അദ്ദേഹത്തിന് ചക്രവർത്തി കൊടുത്തിരിക്കുന്നത്. മൈക്കൽ ആഞ്ചലോ ബാലനായ യേശുവിൻ്റെ മോഡലിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരുപാട് ദിവസത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം അങ്ങനെ ഒരു കുട്ടിയെ കണ്ടെത്തി. ഏണസ്റ്റോ എന്നാണ് അവൻ്റെ പേര്. ഓമനത്വവും കുലീനതയും നിഷ്കളങ്കതയും ഒരുപോലെ ഒന്നിച്ച് സമ്മേളിച്ചിരിക്കുന്ന ഒരു കുട്ടി. ഏണസ്റ്റോയെ വെച്ച് മൈക്കൽ ആഞ്ചലോ ബാലനായ യേശുവിന്റെ ചിത്രം വരച്ച് പൂർത്തിയാക്കുന്നു. ഇനി അദ്ദേഹം അടുത്തൊരു മോഡലിന് വേണ്ടി പോവുകയാണ്. അതിനിടയിൽ അദ്ദേഹം ആദാമിന്റെ ദ ഫാൾ ഓഫ് ആദാമിന്റെ ക്രിയേഷൻ, ഹവ്വയുടെ ദ ക്രിയേഷൻ ഓഫ് ഈവ്, അതുപോലെ അവര് ആപ്പിള് കഴിക്കുന്നു, പാമ്പ് വരുന്നു, അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താകുന്നു, ഇത്തരം ചിത്രങ്ങളൊക്കെ വരക്കുന്നുണ്ട്. മഹാപ്രളയം വരുന്നു. ഈ ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു അന്വേഷണത്തിലാണ് പുതിയൊരു മോഡലിന് വേണ്ടി. ഹീറോസിന്റെ ചിത്രം വരച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ഒരു വില്ലന്റെ ചിത്രമാണ്. വില്ലന് വേണ്ടി അദ്ദേഹം മോഡൽ വേണം. ഏറ്റവും കുപ്രസിദ്ധമായ ജയിലുകളിലേക്ക് പോകുന്നു, ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള തെരുവുകളിലേക്ക് പോകുന്നു. അവിടെ കണ്ട കുറ്റവാളികളൊന്നും മൈക്കൽ ആഞ്ചലോയുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നില്ല. അവൻ പോരാ. വഞ്ചനയുടെ, ഒറ്റുകൊടുപ്പിന്റെ ഒരു തീവ്രത ഇവന്റെ ഒന്നും കണ്ണുകളിലില്ല. അങ്ങനെ പല നാള് അന്വേഷണങ്ങൾക്ക് ശേഷം റോമിൽ ഒരു തെരുവിൽ വെച്ച് മൈക്കൽ ആഞ്ചലോ അയാളെ കണ്ടെത്തുന്നു. കുടിലതയും വഞ്ചനയും ക്രൂരതയും എല്ലാം ഒത്തിണങ്ങിയ ഒരു മോഡൽ. കള്ളുകുടിച്ച് തെരുവിൽ കിടന്നുരുളുന്ന, ലോകത്തെ മുഴുവൻ തെറിവിളിക്കുന്ന ഒരു വ്യക്തി. അവന്റെ പേര് ഗാരിബാൾഡി എന്നായിരുന്നു. മൈക്കൽ ആഞ്ചലോ അയാളെ കൂട്ടി ഒരു വിധം സമ്മതിപ്പിച്ച് അയാളെയും കൂട്ടി വലിയ ഭദ്രാസന പള്ളിയിലേക്ക് പോവാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മൈക്കൽ ആഞ്ചലോയും ഗാരിബാൾഡിയും മൈക്കൽ ആഞ്ചലോയുടെ ചായക്കൂട്ടുകളും ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക്, അതായത് ബൈബിൾ കഥയിലെ ഏറ്റവും നീചനായ, ഏറ്റവും വലിയ വഞ്ചകനായ, ഒറ്റുകാരനായ യൂദാസിന്റെ ചിത്രം വരക്കാനാണ് ഗാരിബാൾഡി എന്ന മോഡലിനെ മൈക്കൽ ആഞ്ചലോ തിരഞ്ഞെടുത്തത്. ഒരു ദിവസം ചിത്രം വര നടന്നുകൊണ്ടേയിരിക്കെ ഗാരിബാൾഡി അതുവരെ വരച്ച ചിത്രങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. അതിലൊരു ചിത്രത്തിൽ ഗാരിബാൾഡിയുടെ കണ്ണുടക്കി. ഗാരിബാൾഡി കുറെ നേരം ആ ചിത്രത്തിലേക്ക് തുറിച്ചു നോക്കി. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി, അലറാൻ തുടങ്ങി. എന്തൊക്കെയോ ഓർത്തെടുത്തിരുന്ന പോലെ ഗാരിബാൾഡി വല്ലാതെ ഞെട്ടി വിറച്ച് ഒരു ഉന്മാദിയെ പോലെ ആ ചിത്രത്തിലേക്ക് ചൂണ്ടി പറഞ്ഞു, അത് ഞാനല്ല, ഞാൻ അതല്ല, ഞാൻ അങ്ങനെയല്ല, അത് ഞാനേ അല്ല,
അയാൾ ഇങ്ങനെ വല്ലാതെ ഒരു മതിഭ്രമം ബാധിച്ചവനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് പിച്ചും പേയും പറയുന്ന പോലെ പറയുകയാണ്, അത് ഞാനല്ല, അത് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. മൈക്കലാഞ്ചലോ പറഞ്ഞു, അത് നീയല്ല, അത് ഏണസ്റ്റോ ആണ്. ഏണസ്റ്റോ എന്ന കുട്ടിയുടെ മോഡൽ വെച്ചിട്ടാണ് ആ യേശുവിനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഗാരിബാൽഡി മൈക്കലാഞ്ചലോയോട് പറഞ്ഞു, മാസ്റ്റർ, അങ്ങേക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാണ് ഏണസ്റ്റോ, ഞാൻ തന്നെയാണ് ഏണസ്റ്റോ ഗാരിബാൽഡി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ മുറിയിൽ താങ്കൾ എന്നെ വെച്ച് വരച്ച ചിത്രമാണിത്. ഞാനിപ്പോൾ അത് കൃത്യമായി ഓർക്കുന്നു. ഒരുപാട് മനുഷ്യരുടെ മുഖങ്ങൾ കണ്ട, മുഖത്തെ ഭാവങ്ങളുടെ, രസഭാവങ്ങളുടെ വൈവിധ്യം കണ്ട മൈക്കലാഞ്ചലോ ഗാരിബാൽഡിയുടെ മുഖത്തേക്കും ആ യേശുവിന്റെ ബാലകനായ യേശുവിന്റെ ചിത്രത്തിലേക്ക് മാറി മാറി നോക്കിയിട്ട് അത്ഭുതത്തോടെ തരിച്ചു നിന്നുപോയി. അതായത് വിധിയുടെ വലിയ വിപര്യം എന്ന് പറയുന്നത്, അത് ഈ കഥ പലരും പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും മനോഹരമായിട്ട് ഈ കഥ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വന്തം കവിയായ വയലാർ രാമവർമ്മ കൈത്തിരി കരന്തിരി എന്ന പേരിൽ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വിഷയം ഹോമിയോപ്പതിയും ഫങ്ഷണൽ മെഡിസിനുമാണ്. ഇത്തരം പഴംപുരാണങ്ങൾ എന്തിനോട് എഴുന്നള്ളിക്കുമെന്ന് ചിലപ്പോ നിങ്ങളൊക്കെ, ഡോക്ടർ ഷൈലയൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് അതിലേക്ക് വരാം. ഇതിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. എല്ലാ മനുഷ്യരും കലർപ്പില്ലാത്ത പ്രകൃതിയിൽ ജനിക്കുന്നു. നമ്മുടെ ഒരുതരം ഒരു ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നവരാണ്. അവന്റെ സാഹചര്യങ്ങൾ അവനെ യേശുവോ ജൂദാസോ റിപ്പറോ ഹിറ്റ്ലറോ ഗോവിന്ദചാമിയോ ആക്കി മാറ്റുന്നു. ഈ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയാൽ കാട്ടാളനെ നമുക്ക് വീണ്ടും വാൽമീകിയാക്കാം. ഹിറ്റ്ലർ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഹിറ്റ്ലർ അനുഗ്രഹീതനായ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ആ ഹിറ്റ്ലർ ആകുന്നതിനും മുമ്പ്. പക്ഷെ ഹിറ്റ്ലറുടെ സാഹചര്യങ്ങൾ ഹിറ്റ്ലറാക്കി മാറ്റി. അപ്പോ ഇത് ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പ്രസക്തമാണ്. രോഗം എന്താണ്, ആരോഗ്യം എന്താണ്, ആരോഗ്യത്തിന്റെ സമ്യക്കായ അവസ്ഥ എന്താണ്, രോഗാവസ്ഥയിൽ നിന്ന് മനുഷ്യൻ ആരോഗ്യാവസ്ഥയിലേക്ക് ക്രമപ്രവൃദ്ധമായി തകരുന്നത്, വളരുന്നത് എങ്ങനെയാണ് എന്ന ഒരു അന്വേഷണമാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. അവിടെ ഹോമിയോപ്പതിയുടെയും ഫങ്ഷണൽ മെഡിസിന്റെയും രോഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ നമ്മൾ ഒന്ന് തലോടി നോക്കാം. അപ്പോ എന്താണ് ആരോഗ്യം? ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ചുരുക്കി പറഞ്ഞാൽ എന്താണ് രോഗത്തിന്റെ 4 അവസ്ഥാന്തരങ്ങൾ, രോഗം എങ്ങനെയാണ് ആദ്യത്തെ അവസ്ഥയിൽ നിന്ന് രണ്ടാമത്തതിലേക്കും മൂന്നാമത്തതിലേക്കും പോകുന്നത്, ഈ രോഗത്തിന്റെ നിദാനങ്ങളിൽ ജീവിതശൈലി എന്ന ഒരു അതിപ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ, രോഗനിദാനം അല്ലെങ്കിൽ എറ്റിയോളജി ഓഫ് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിൽ വളരെ കൃത്യമായ ശാസ്ത്രീയമായ ആഴത്തിലുള്ള രോഗത്തിന്റെ എറ്റിമോളജി സയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആധുനികമായ ഫങ്ഷണൽ മെഡിസിനും ഏകദേശം അവിടെ തന്നെ ഫങ്ഷണൽ മെഡിസിനിലുണ്ട്. അതിനെ 4 ഘട്ടങ്ങളിലായി തിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു അലിഗറിയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. പിന്നെ എപ്പിജെനറ്റിക്സ്, ഈ 4 ഘട്ടങ്ങളിലൂടെ നമ്മൾ എപ്പിജെനറ്റിക്സ് എന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നു. എപ്പിജെനറ്റിക്സിനെ അത് വളരെ വിശദമായി പഠിക്കേണ്ട, കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അത് മറ്റൊരു സെഷനിൽ നമ്മൾക്ക് നോക്കാം. ആരോഗ്യം എന്താണെന്നതിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾക്ക് ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. വേൾഡ് ഓർഗനൈസേഷൻ നമുക്ക് കിട്ടിയ ഒരു നല്ലൊരു സാധനങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്നതാണ്. പലപ്പോഴും വളരെ പ്രതിലോമമായ കാര്യങ്ങളാണ് WHO പല വിഷയങ്ങൾ എടുക്കാറുള്ളത്. ഡെഫിനിഷൻ ഓഫ് WHO കാലക്രമേണ പുതുക്കിയിട്ടുണ്ടെങ്കിലും പുതുക്കിയപ്പോഴൊക്കെ പഴയ ഡെഫിനിഷൻ തന്നെയാണ് വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ 1940 മുതൽ ഈ 23 വരെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആരോഗ്യത്തിലുള്ള ഡെഫിനിഷനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഡീസന്റ് ഡെഫിനിഷൻ, മെച്ചപ്പെട്ട നല്ലൊരു ഡെഫിനിഷനാണ്, ബാലൻസ്ഡ് ഡെഫിനിഷനാണ്. ദോ ഇറ്റ് ഹാസ് സം ഡ്രോബാക്സ്. ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസസ് ഓർ ഇൻഫെർമിറ്റി. എന്ന് പറഞ്ഞാൽ സമഗ്രമായ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒരു വെൽബീയിങ് ഉണ്ടാവുക എന്നുള്ളതാണ് ആരോഗ്യത്തെക്കുറിച്ച് ഡെഫിനിഷനായിട്ട് അത് പറയണത്. അതായത് കേവലം രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഇല്ലാത്തൊരവസ്ഥയല്ല എന്നുള്ളതാണ്. അപ്പോ അതിന്റെ പ്രിയാമ്പിളിൽ ഈ ഡെഫിനിഷന്റെ
WHO പ്രിയാമ്പിൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലാണ് ഈ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഡെഫിനിഷന്റെ കൂടെ പ്രിയാമ്പിളിന്റെ 9 പോയിന്റുകളാണ് പ്രിയാമ്പിളിലുള്ളത്. അതിൽ രണ്ടാമത്തത് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് അറ്റൈനബിൾ ഹെൽത്ത് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ഓൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഹെൽത്ത് ഈസ് നോട്ട് ദ റൈറ്റ് ഓഫ് ഓൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹയസ്റ്റ് അറ്റൈനബിൾ ഹെൽത്ത് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ഓൾ. എല്ലാവരുടെയും വളരെ മൗലികമായ ഒരു എന്താണ് റൈറ്റ് ആണ് ഏറ്റവും ഉന്നതമായ ആരോഗ്യാവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത്, ഒരു കുട്ടിയുടെ ആരോഗ്യകരമായ ഒരു ഡെവലപ്മെന്റ് അത് ഒരു വളരെ ബേസിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞത് ഹാർമോണിയസ്ലി ഇൻ ചേഞ്ചിങ് ടോട്ടൽ എൻവയൺമെന്റ് ഈസ് എസെൻഷ്യൽ ഇൻ. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്, WHO പറയുന്ന വാക്കുകളാണ്. അതാണ് അതിലുള്ള കൗതുകവും. അതായത് ഹാർമോണിയസ്ലി ഇൻ എ ചേഞ്ചിങ് ടോട്ടൽ എൻവയൺമെന്റ് ഇസ് എസെൻഷ്യൽ ടു അച്ചീവ് സച്ച് ഡെവലപ്മെന്റ്. ഇത് കുട്ടികളുടെ, അതായത് നമ്മളുടെ യങ് ജനറേഷന്റെ ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ പിന്നീടുള്ള സ്ലൈഡുകൾ ഇവിടെ നമ്മൾ റീവിസിറ്റ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ദ എക്സ്റ്റൻഷൻ ഓഫ് ഓൾ പീപ്പിൾ of the benefit of medical and psychological and related knowledge is essential. ഇവിടെ പറയുന്നത് ഈ ആരോഗ്യത്തിന്റെ അറിവുകളുടെ, അതായത് മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അറിവുകളുടെ എക്സ്റ്റൻഷൻ ഡോക്ടർമാരും മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും അത് സമൂഹത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ഓരോ ഡോക്ടറും ക്ലിനിക്കുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വലിയൊരു ധർമ്മത്തിന്റെ, വലിയൊരു പണിയുടെ ഒരു കാര്യമാണ് ഇവിടെ WHO പറയുന്നത്. അതിന്റെ പ്രിയാമ്പിളിൽ നമ്മൾ ജീവിതശൈലി, നമ്മുടെ രോഗികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഹോമിയോപ്പതി വളരെ വലിയ ഉന്നതമായ വിജയം വരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ മറ്റ ഒരു കേസ് ഇൻടേക്കിംഗ് മെത്തഡോളജി നമുക്കുണ്ട്. അതേസമയത്ത് ഹച്ചിസൺ പോലുള്ള കേസ് മെത്തഡോളജിയെ വളരെ നല്ല രീതിയിൽ നമ്മളാണ് ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അലോപ്പതിയിൽ സൂപ്പർ സ്പെഷ്യാലിസ്റ്റുകളാണ് താരതമ്യേന നല്ലൊരു കേസ് ടേക്കിംഗ് മെത്തഡോളജി ഉള്ളത്. ആ ഏരിയയിൽ പലപ്പോഴും മെഡിക്കൽ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ വലിയ പരാജയമാണ്. അവിടെയാണ് WHO ഈ ഉദ്ബോധനം പ്രസക്തമാകുന്നത്. ഇനി രോഗം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ, രോഗം അത് നമ്മുടെ ഈസ് അല്ലെങ്കിൽ നമ്മുടെ ആശ്വാസത്തിന്റെ, നമ്മുടെ ഒരു വിശ്രാന്തി ഇല്ലായ്മയാണ്, അതില്ലാതിരിക്കുന്ന അവസ്ഥ. ഈസ് ഇല്ലാത്തൊരവസ്ഥയാണ്. WHO രോഗം എന്താണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. WHO രോഗം എന്താണ് എന്ന് പറഞ്ഞ ആരോഗ്യം എന്താണെന്ന് വളരെ നല്ല ഒരു നിലപാടാണത്. ആരോഗ്യം എന്താണെന്ന് പറയലാണ്, ആരോഗ്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേ ഇരിക്കലാണ് രോഗത്തെക്കുറിച്ച് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ കാര്യം, നല്ല കാര്യം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ WHO വളരെ കൃത്യമായ നിലപാടിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട്. രോഗം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു എന്താ പറയുക, ഫോർ ദ സേക്ക് ഓഫ് അക്കാഡമിക് ഇൻട്രസ്റ്റ് നമ്മൾ രോഗം എന്താണെന്നുള്ളതിനെ ഒന്ന് തൊട്ട് തലോടി പോവുകയാണ്. സിക്നസ് ഇസ് എ പ്രോബ്ലം വിത്ത് ബോഡിലി ഫങ്ഷൻ. സിക്നസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ബോഡിലി ഫങ്ഷനിലെ ഒരു വിഷയമാണ്. ഡിപ്പാർച്ചർ ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്തിന്റെ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, സോഷ്യൽ, ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതിൽ നിന്നുള്ള ഒരു ഡിപ്പാർച്ചർ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു വീഴ്ചയാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച നമ്മുടെ ഹോമിയോപ്പതിയിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും സറ്റിലായിട്ട്, ഏറ്റവും സൂക്ഷ്മ ഹോമിയോപ്പതിയിൽ നമ്മൾ രോഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ആദ്യത്തെ അവസ്ഥയാണ് ഇൻഡിസ്പൊസിഷൻ. ഇൻഡിസ്പൊസിഷൻ is a slightest anomalies in the state of health. അങ്ങനെ എന്തുവാണ് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പഠിക്കുന്നത്, സ്ലൈറ്റസ്റ്റ് പോസിബിൾ എന്താണ് ഡീവിയേഷൻ ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് രോഗം എന്താണെന്നുള്ളിടത്ത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി രോഗകാരണങ്ങളെ കുറിച്ച് കൺവെൻഷണൽ സിസ്റ്റം ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ട് ചികിത്സാ ശാസ്ത്രത്തിന്റെ സ്കൂളുകൾ അല്ലെങ്കിൽ വിവിധ സരണികൾ വ്യത്യസ്തമായ ധാരണകൾ പുലർത്തുന്നു, എന്തുകൊണ്ട് ചിലത് മെച്ചപ്പെട്ടതും ചിലത് അബദ്ധപരമായ ഒരു എന്താ പറയുക കൺക്ലൂഷനിലേക്ക് എത്തുന്നു. വലിയ ടൂളുകളും വലിയ ശാസ്ത്രം ഉണ്ടായിട്ടും എന്താണ് ഒരു ദാർശനികമായ പാപ്പരത്വം കൊണ്ട് പലപ്പോഴും അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ
ഇംപോവറിഷ്മെന്റ് കൊണ്ട് മോഡേൺ മെഡിസിൻ പലപ്പോഴും പരാജയപ്പെടുന്നത് ഈ രോഗത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെ പ്രശ്നം കൊണ്ടാണ്. രോഗത്തിന്റെ കോസസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. രോഗം എന്താണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തീയ് കത്തിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. അതിന് റൂട്ട് കോസ് വേണം, ഒരു മെയിൻറ്റെയിനിങ് കോസ് വേണം, അതിനൊരു ട്രിഗറിങ് കോസ് വേണം. ഒരു തീ കത്താൻ ഫിസിക്സിൽ നമ്മൾ പഠിക്കും. ഇതിനെ ട്രയാഡ് ഓഫ് ഫയർ എന്നാ പറയാം. ട്രയാഡ് ഓഫ് ഫയർ. അതുപോലെയാണ് ട്രയാഡ് ഓഫ് കൊസേഷൻ ഓഫ് ഡിസീസസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. റൂട്ട് കോസും, എക്സൈറ്റിംഗ് കോസും, മെയിൻറ്റെയിനിങ് കോസും. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇത് ഫങ്ഷണൽ മെഡിസിനിലും ഇത് തന്നെ പറയുന്നുണ്ട്. കൺവെൻഷണൽ മെഡിസിനിൽ ഇത് കൃത്യമായിട്ടും സൂക്ഷ്മമായിട്ടും പറയുന്നില്ലെങ്കിലും കൺവെൻഷണൽ മെഡിസിനിലും നമുക്ക് ഒരു തരത്തിലുള്ള ട്രയാഡ് ഓഫ് കോസേഷൻ ഓഫ് ഡിസീസ് കാണാം. അപ്പോൾ കൺവെൻഷണൽ മെഡിസിനിൽ പ്രൈമറി കോസ് എന്ന് പറയുന്നത് ബാക്ടീരിയ, ഫംഗൈ, വൈറസ്, പാരസൈറ്റ്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. പലപ്പോഴും അവരുടെ ഈവൻ ക്രോണിക് ഡിസീസ് ആണെങ്കിൽ പോലും അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കോസ് ഇല്ലാതെ ഫങ്ഷണൽ മെഡിസിൻ, മോഡേൺ മെഡിസിന് അല്ലെങ്കിൽ കൺവെൻഷണൽ മെഡിസിൻ, ഓർത്തഡോക്സ് മെഡിസിന് ഒരു കോസിനെ കുറിച്ച്, പ്രൈമറി കോസിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അവിടെ നോവൽ ഓർ ആൾട്ടർനേറ്റീവ് പറയുന്ന എമർജിങ് മെഡിക്കൽ സിസ്റ്റംസ് പറയുന്നത് പൂവർ ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, സ്ലീപ്പിലുള്ള കോംപ്രമൈസിങ്, അതുപോലെ അമിതമായ മാനസിക പ്രശ്നങ്ങളും സ്ട്രെസ്സും, അതുപോലെ ലോ തിങ്കിങ് കാപ്പബിലിറ്റീസ്, അതുപോലെ പുവർ ഇമോഷണൽ ഇന്റലിജൻസ്, ഇതൊക്കെയാണ് ഒരു റൂട്ട് കോസായിട്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായ രോഗം തുടങ്ങുന്നത് ഇവിടെ നിന്നൊക്കെയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവിടെ ഉള്ളത്. നമ്മൾ ഹോമിയോപ്പതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ മയാസം എന്ന് വിളിക്കുന്നു. ഈ മയാസത്തെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നമ്മൾ പല ആളുകളും പല രീതിയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നടത്തിയിട്ടുമുണ്ട്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. പരിമിതികൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. ഇനി സെക്കൻഡറി കോസ് അല്ലെങ്കിൽ പെർപച്വേറ്റിംഗ് കോസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ രോഗത്തിന്റെ റൂട്ട് കോസ്, ഒരു അടിസ്ഥാന കാരണത്തിന് ശേഷം ഈ രോഗത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫയർ ട്രയാഡിൽ ഓക്സിജൻ ആണ് അടിസ്ഥാന കോസ് എന്ന് പറയുന്നത്, മെയിൻറ്റെയിനിങ് കോസ് വിറകാണ്. അതുപോലെ നമ്മൾക്ക് ഈ രോഗത്തെ ശരീരത്തിൽ പുറത്തേക്ക് വരുന്ന രീതിയിൽ അതിനെ കത്തിക്കാൻ നമ്മൾക്ക് വേണ്ട ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടേർഡ് വൈറ്റൽ എനർജി. അതായത് മോഡേൺ മെഡിസിനിൽ അത് പുവർ ന്യൂട്രീഷൻ ആണ്. അതേസമയത്ത് ഡയറ്റും ന്യൂട്രീഷനൊക്കെ മോശമാകുമ്പോഴാണ് രോഗം അവിടെ ശക്തി പ്രാപിക്കുന്നത്. അത് നമ്മുടെ കേസിലാണെങ്കിൽ അത് ഡൈനാമിക് ഡിറേഞ്ച്മെന്റ് വൈറ്റൽ ഫോഴ്സ് ആണ്. മൂന്നാമത്തെ ഫങ്ഷണൽ മെഡിസിനിൽ എത്തുമ്പോൾ അത് വൈറ്റൽ എനർജിയുടെ, അതായത് പുവർ ലൈഫ് സ്റ്റൈലിലൂടെ ഉണ്ടാവുന്ന അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈറ്റൽ എനർജിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നു. പുവർ ഡയറ്റും സ്ലീപ്പും സ്ട്രെസ്സും കാരണം നമ്മുടെ സെല്ലുലാർ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരുന്നു. അത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നു. അത് പിന്നീട് ഗട്ട് ഡിസ്ബിയോസിസ്, വയറ്റിലെ ബാക്ടീരിയകളുടെ, വയറ്റിലുള്ള എൻസൈമുകളുടെ, പ്രോബയോട്ടിക്കുകളുടെയും പ്രീബയോട്ടിക്കുകളുടെ ഒക്കെ ഡിസ്ബയോസിസ് ഉണ്ടാകുന്നു. തകർച്ച, സമഗ്രമായ തകർച്ച അവിടെ ഉണ്ടാകുന്നു. മൂന്നാമത്തത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നു. അതേ സമയത്ത് ഇനി ഈ സംഭവങ്ങൾ ഉണ്ടായാലും എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോഴാണ്, ഒരു തീപ്പെട്ടി വരച്ചാലാണ് തീ കത്തുക. ഇവിടെ എന്ത് തീപ്പെട്ടിയാണ്? അലോപ്പതിയിൽ അവർ പുവർ ഹൈജീൻ, പോവർട്ടി, ടോക്സിൻസ്, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഒരു ഇൻഫ്ലക്സ്, ഇതൊക്കെയാണ് അവർ ട്രിഗറായിട്ട് പറയാറ്. നമ്മുടെ കേസിൽ വരുമ്പം അത് പിന്നെ ബാക്ടീരിയ, ഫംഗൈ പോലുള്ള സാധനങ്ങളുടെ ഇൻഫെക്ഷൻ സ്വാഭാവികമായിട്ടും ട്രിഗറിങ് കോസുകൾ മാത്രമാണ്. അത് അടിസ്ഥാനപരമായ കോസായിട്ട് നമ്മൾ കാണുന്നില്ല. ഫങ്ഷണൽ മെഡിസിനിൽ അതുപോലെ തന്നെ ബാക്ടീരിയയും വൈറസൊക്കെ നമുക്ക് സമാനമായിട്ട് തന്നെ ട്രിഗറിങ് കോസാണ്. അതുപോലെ റേഡിയേഷൻ, അലർജൻസ്, ടോക്സിൻസ്, സ്ട്രെസ് ഫുൾ ഇവന്റ്സ്, അക്യൂട്ട് സ്ട്രെസ് ഇവന്റ്സ്. നേരത്തെ നമ്മൾ പ്രൈമറി കോസ് ക്രോണിക് സ്ട്രെസ് ആണെങ്കിൽ ഇവിടെ അക്യൂട്ട് സ്ട്രെസ് ഇവന്റ്സ് ആണ് ട്രിഗറിങ് കോസ് ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഫിസിക്കൽ ഓർ മെന്റൽ ഷോക്ക്, ഇമോഷണൽ ട്രോമ, ഫിസിക്കൽ സ്ട്രെസ്, റേഡിയേഷൻ മെഡിസിൻ പറയുന്നത്. രോഗത്തെ കത്തിക്കുന്ന, രോഗത്തെ ഈ പറയുന്ന പ്രൈമറി സെക്കൻഡറി കോസ് അവിടെ നിലവിലുണ്ടെങ്കിലും രോഗത്തെ യഥാർത്ഥത്തിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, വലിച്ചു പുറത്തിട്ട് രോഗാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ പറയുന്ന ട്രിഗറാണ്, ഈ തീപ്പെട്ടിക്കോലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് രോഗത്തിന് അതിന്റെ രോഗാവസ്ഥയിലേക്ക് നമ്മളെ തള്ളി വീഴ്ത്തുന്നത്. അതുവരെ നമ്മുടെ രോഗം മറഞ്ഞ് ഒളിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾക്കറിയാം,
ഈ ക്രോണിക് ഡിസീസ് എന്ന് പറയുന്ന മെറ്റബോളിക് ഡിസീസസ് വലിയ രീതിയിൽ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ ഇത് പറഞ്ഞതാണ് ഇതിനെക്കുറിച്ച്. 5 വർഷത്തിനിടയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും മരണത്തിന്റെ തോതിലുള്ള വലിയ മാറ്റങ്ങൾ ഈ മേജർ കില്ലേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ 4 രോഗങ്ങൾ അല്ലെങ്കിൽ ഇതല്ലാത്ത ഒരുപാട് രോഗങ്ങൾ, അക്യൂട്ടും ക്രോണിക്കുമായ രോഗങ്ങളുടെ ഒരു വിത്ത് എവിടെ മുളക്കുന്നു, ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇത് എവിടെ മുളക്കുന്നു, എങ്ങനെ വളരുന്നു, എങ്ങനെ നമ്മളെ കീഴ്പ്പെടുത്തുന്നു, എങ്ങനെ നമ്മളെ തകർക്കുന്നു എന്ന അതിൻ്റെ ക്രമപ്രവൃദ്ധമായ വളർച്ചയുടെ ഘട്ടങ്ങൾ ഒരു ഡോക്ടർ മനസ്സിലാക്കിയില്ലെങ്കിൽ രോഗികൾക്ക് മനസ്സിലാവില്ല. രോഗികൾക്ക് അത് മനസ്സിലായാൽ രോഗികൾക്ക് നിലപാടെടുക്കാനും കൃത്യമായ ലൈഫ് സ്റ്റൈലിലൂടെ ഇതിനെ അഡ്രസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത് 4 ഘട്ടങ്ങളാണ്. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് സീഡ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് സെർപ്പന്റ് ആണ്. രണ്ടാമത്തത് ഒരു ഹിഡൻ ബീസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മറഞ്ഞു നിൽക്കുന്ന ഒരു കൊലയാളിയാണ്. മൂന്നാമത്തേതിൽ ഇത് ഒരു ഓപ്പൺ ബാർ, അത് നമ്മുടെ വെളിയിലേക്ക്, ശരീരത്തിന്റെ വെളിയിലേക്ക് വരികയും അത് നമ്മളെ പൂർണ്ണമായി നമ്മളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും നമ്മളും ആ രോഗത്തിന്റെ ആ വലിയ 100 തലയുള്ള സർപ്പവും നമ്മളും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് നമ്മൾ എത്തുന്നു. നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഡെവിൽ ഇൻ ഡ്രഗ്, അല്ലെങ്കിൽ വൈദ്യപുണ്ണ്, ഇയാട്രോജനിക് ഡിസീസസ് എന്ന് പറയുന്ന 4ാമത്തെ അവസ്ഥയാണ്. ഇതിൽ നമ്മൾ ഓരോ അവസ്ഥയെയും നമ്മൾ നോക്കുക. ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദ സ്ലീപ്പിംഗ് ജയന്റ്, സ്ലീപ്പിംഗ് സർപ്പന്റ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഓരോ വ്യക്തിയുടെ ഉള്ളിലും രോഗത്തിന്റെ ഒരു ബീജം, നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ജനിച്ച് വീണിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ അക്വയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ജന്മന നമ്മൾ കൊണ്ടുവരുന്ന കൺജനിറ്റൽ ഡിസീസസിന്റെ ക്രോമസോമുകൾ, അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കോശങ്ങളുള്ളിൽ ക്രോമസോമുകളിൽ ചുരുണ്ട് ഉറങ്ങുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. ഇതൊരു ന്യൂട്രൽ അവസ്ഥയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കരിന്തിരി എന്ന് പറയുന്ന നമ്മൾ കഥയിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ മൈക്കലാഞ്ചലോയുടെ കഥയിൽ പറഞ്ഞാല്, നമ്മുടെ എല്ലാവരുടെയും ഒരു അവസ്ഥ, ഒരു ശുദ്ധ പ്രകൃതിയിലാണ് നമ്മളൊക്കെ ജനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ അവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. അവിടെ നമ്മുടെ ഉള്ളിൽ, നമ്മളുടെ ശരീരം ഒരു വിളനിലമാണെങ്കിൽ, ഒരു വയലാണെങ്കിൽ, അവിടെ ഒരുപാട് വിത്തുകൾ അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മുടെ വിത്ത് കോശങ്ങൾ എന്ന് പറയുന്ന നമ്മളെ വളർത്തുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ നല്ല കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ എമ്പാടുമുണ്ട്. അത് പുതിയ കണ്ടെത്തൽ അനുസരിച്ച് പണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വിത്ത് കോശങ്ങൾ വളർച്ചയുടെ ചില ഘട്ടങ്ങളിൽ അവസാനിക്കുകയും പിന്നീട് നമ്മൾക്ക് വിത്ത് കോശങ്ങൾ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയെടുത്ത് പുതിയ എപ്പിജെനറ്റിക്സ് പോലുള്ള ശാസ്ത്രം പറയുന്നത് ഒരു 90 വയസ്സുള്ള മനുഷ്യന്റെ ഉള്ളിലും ഒരുപാട് വിത്ത് കോശങ്ങൾ, ഒരുപാട് സ്റ്റെം സെൽസ് സമൃദ്ധമായി ഉണ്ട് എന്നും അതിനെ ട്രിഗർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ സ്വിച്ച് ഓൺ ചെയ്യുന്ന, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് നമ്മുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുമാണ്. അപ്പോൾ അതേ സമയത്ത് രോഗത്തിന്റെ വിത്തുകളും നമ്മുടെ ശരീരത്തിൽ തുടക്കം മുതൽ തന്നെ ഉണ്ട്. ഈ 2 അവസ്ഥയും ഓരോ കുട്ടിയുടെ ഉള്ളിലും ഒരു പിശാചും ഒരു ദിവ്യ ബോധവും ഉള്ളതുപോലെ തന്നെ, ഒരു ചെകുത്താനും ഒരു മാലാഖയും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ രോഗവും ആരോഗ്യവും സമ്മേളിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതില് രോഗത്തിന്റെ വിത്തുകൾ പരിമിതമാണ് യഥാർത്ഥത്തിൽ, അത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ്. ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ ഈ വിത്ത് കോശങ്ങൾ, രോഗത്തിന്റെ വിത്ത്, ക്യാൻസറിന്റെ വിത്ത് നിരന്തരമായി തലപൊക്കുന്നുണ്ട്. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരമായി അതിനെ അമർച്ച ചെയ്യുന്നുമുണ്ട്. അത് അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾക്കത് പറ്റുന്നത്. അതിനെ സഹായിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബീജാവസ്ഥയിൽ, ഈ ഉദാഹരണം നമ്മൾക്ക് ക്യാൻസർ രോഗത്തിന്റെ ബീജാവസ്ഥയെ കുറിച്ച് നമുക്ക് നോക്കാം. BRCA 1 and 2 ക്രോമസോം മ്യൂട്ടേഷൻ, ഇത് ഒരാളിൽ ഉണ്ടാകാം. പക്ഷെ ഈ മ്യൂട്ടേഷൻ ഉണ്ടായാലും 90 വയസ്സ് വരെ ആ സ്ത്രീക്ക് ഈ രോഗം വരാതെ ജീവിക്കാൻ സാധിക്കും. 90-ാം വയസ്സിൽ, 95-ാം വയസ്സിൽ വേറെ എന്തെങ്കിലും രോഗമായിട്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ പുറത്തു വരാതെ അവർക്ക് ജീവിക്കാനും മരിക്കാനും സാധിക്കും. കാരണം ആ വിത്ത് കോശത്തിന്, അല്ലെങ്കിൽ ആ ക്യാൻസർ ജീനിനെ ട്രിഗർ ചെയ്യുന്ന, അതിനെ, ആ സർപ്പത്തെ പാലൂട്ടി വളർത്തുന്ന കുരുത്തക്കേടുകൾ ആ സ്ത്രീ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. വളരെ കൃത്യമായി മനസ്സിലാക്കണം ഈ പോയിന്റ്. ഈ പറയുന്ന വിത്തുകോശങ്ങളെ, അല്ലെങ്കിൽ ജനിതകപരമായ നമ്മുടെ ഉള്ളിലെ രോഗങ്ങളുടെ, അതല്ലാത്ത രോഗങ്ങളുടെ രോഗാവസ്ഥകളെ
പാലൂട്ടി വളർത്തുന്നത് നമ്മുടെ ജീവിതശൈലി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, നമ്മളുടെ വ്യായാമില്ലായ്മ, നമ്മുടെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ടോക്സിൻസ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ ഇതൊക്കെ വളരെ പ്രസക്തമാണ്. ടോക്സിൻസും ആൽക്കഹോളും അതുപോലെ സ്ട്രെസ്, പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, പിന്നെ മെനോപോസിന്റെ വൈകൽ, മെനാർക്കിയുടെ ഏർലി മെനാർക്കി, ഇതൊക്കെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നതാണ്. ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നതിന് കാരണം ഭക്ഷണക്രമങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിംഗിളസ്റ്റ് ഡിസീസ് പ്രൊവോക്കേറ്റിംഗ് ഏജന്റ്. നമ്മളെ ഈ പറയുന്ന പിന്നെ മുട്ടക്കകത്ത് അല്ലെങ്കിൽ വിത്തിനകത്ത് ഉറങ്ങുന്ന ഈ പാമ്പിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലൈഫ് സ്റ്റൈലാണ്. അതാണ് അതിന്റെ ട്രിഗേഴ്സ്. അതിൽ സ്ട്രെസ്, ഭക്ഷണം, സ്ലീപ്പ്, ഇത്തരം കാര്യങ്ങൾ അതിൽ വരുന്നു. ഇനി ഇതിന്റെ രണ്ടാം അവസ്ഥയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഈ ആദ്യത്തെ അവസ്ഥയിൽ രോഗം ഉറങ്ങിക്കിടക്കുകയാണ്, നമ്മളും ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ രോഗത്തിനെ കുറിച്ച് നമ്മൾക്കൊന്നും അറിയില്ല. നമ്മുടെ കുടുംബത്തിൽ ആ രോഗം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, പക്ഷെ അവരല്ല, നമ്മുടെ ഫാമിലിയിൽ പലർക്കും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടാകാം, ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ നമ്മളത് അത്ര ഗൗരവമാക്കില്ല. കാരണം നമ്മൾ ചെറുപ്പക്കാരാണ്, നമ്മൾക്ക് രോഗങ്ങളില്ല, നമ്മൾ ആരോഗ്യവാന്മാരാണ്, നമ്മൾ ഈ അടുത്ത കാലത്ത് മരിക്കില്ല. രോഗം വന്ന് വാതിൽ മുട്ടുന്നത് വരെ, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നവരെ നമ്മുടെ ഒരു മനോഭാവം ഇത്തരത്തിലുള്ള ഉദാസീന മനോഭാവമാണ്. മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. ഒരു പരിധിവരെ അത് നല്ലതുമാണ്. രോഗപ്പേടി സ്വയം തന്നെ വലിയൊരു രോഗമായതുകൊണ്ട് തന്നെ ഈ രോഗം ജീവിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ രോഗത്തിന്റെ ശാസ്ത്രം മനസ്സിലാക്കി, രോഗത്തിന്റെ വളർച്ചയുടെ, രോഗനിദാനത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയാൽ വളരെ ക്രിയാത്മകമായ സമീപനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ രോഗപ്പേടിയില്ലാതെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതശൈലിയെ ക്രമീകരിക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ അത് ചെയ്യാറില്ല. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരും. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഉദാസീന മനോഭാവം, കാരണം നമ്മൾക്ക് ലക്ഷണങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ഇൻഡിസ്പോസിഷൻസ് ഉണ്ടായിരിക്കാം, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഓഫ് കോഴ്സ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത് മുട്ടയുടെ തോട് പൊട്ടിച്ച് പാമ്പിൻ കുഞ്ഞ് പുറത്തേക്ക് തലനീട്ടുകയാണ്. കാരണം നമ്മൾ വളരെ മോശപ്പെട്ട ജീവിത സാഹചര്യത്തിലൂടെ, ജീവിതശൈലിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോള കുടിക്കുന്നു, നമ്മൾ പാമ്പും കുഞ്ഞിന് പാല് ഒഴിച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ കോള നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പലപ്പോഴും മോശപ്പെട്ട ആഴ്ചകളോളം ഉറങ്ങാതെ നമ്മൾ റീൽസിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നു. രാത്രി ഉറങ്ങാതെ, പകല് വിശ്രമിക്കാതെ, അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ട്. നമ്മൾ ഒരു റോൾസ് റോയ്സ് വണ്ടി വാങ്ങിയിട്ട് അതിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. ഭൂമിയിൽ മനുഷ്യ ശരീരം പോലെ അത്ഭുതകരമായ, സോഫിസ്റ്റിക്കേറ്റഡ് ആയ, ഇത്രയും വലിയ സാധ്യതകളുള്ള ഒരു യന്ത്രം, ഒരു പ്രതിഭാസം മനുഷ്യ ശരീരം പോലെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും നല്ല ഒരു യന്ത്രത്തിലേക്ക് ഇത്രയും ഉദാസീനമായി, ഇത്രയും എന്താ പറയാ, ഉഴപ്പോടുകൂടി തോന്നിയതൊക്കെ വലിച്ചെറിയാൻ പറ്റുന്നത് നമ്മളുടെ ഇക്കാര്യത്തിലുള്ള അലംഭാവം തന്നെയാണ്. നമ്മൾ എന്താണ് തിന്നുന്നത്, എവിടത്തേക്കാണ് നമ്മൾ ചെലുത്തുന്നത് എന്ന ഒരു ചിന്തയും ഇല്ലാതെയാണ് നമ്മൾ പലതും അങ്ങോട്ടേക്ക് കയറ്റി വെക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന് അതിൻ്റെ എല്ലാ സാധ്യതകളും ഉണ്ടായിരിക്കും, പരിമിതികളുണ്ട്. നമ്മളെ നിരന്തരമായ നമ്മുടെ ഇൻസൾട്ട് ഇൻ സ്ട്രെസ്, ത്രൂ സ്ലീപ്ലെസ്നെസ്, ത്രൂ ബാഡ് ഡയറ്റ്, നമ്മൾ ആ അതിസങ്കീർണമായ, അതിശക്തമായ സിസ്റ്റത്തെ നമ്മൾ തകർക്കും. ആ തകർക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് എത്തുന്നു. രണ്ടാമത്തെ അവസ്ഥയിൽ അവിടെ രോഗം പുറത്തേക്ക് വരുന്നു. ആ സർപ്പക്കുഞ്ഞ് മുട്ടത്തോട് പൊട്ടിച്ച് നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുന്നു. ഇപ്പോൾ അത് നമ്മൾ കാണുന്നില്ല, ഇപ്പോഴും അകത്ത് തന്നെയാണ്, അത് ഒളിഞ്ഞു കിടക്കുകയാണ്. അത് ഒരു ഒടിവിദ്യയിലൂടെ നമ്മുടെ അകത്ത് അത് സജീവമാണ്. നമ്മളെ നിരന്തരമായി നമ്മളെ അകത്ത് നിന്ന് ആക്രമിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം ഇപ്പോൾ ഒരു തരത്തിലുള്ള ഒരു സിറ്റി അണ്ടർ സീജ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഉപരോധിക്കപ്പെട്ട ഒരു പട്ടണം പോലെ നമ്മുടെ ശരീരം ആയിക്കഴിഞ്ഞു. അതിനെ രോഗം അകത്ത് നിന്ന് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം അവിടെ കറപ്റ്റാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഹൈജാക്ക് ചെയ്യപ്പെട്ടു. നമ്മുടെ നമ്മുടെ സിഗ്നലിംഗ് സിസ്റ്റം താറുമാറായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആവുമ്പോഴും ശരീരം വലിയ രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗാവസ്ഥ പുറത്തേക്ക് എത്തുന്നില്ല. ചെറിയ തലവേദനകൾ, ഗാസ്ട്രൈറ്റിസുകൾ, അല്ലെങ്കിൽ പിന്നെ
ചെറിയ ചെറിയ പിന്നെ എന്താണ് പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ നമ്മൾ അതിനെ ഗൗനിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ ഒരു തരിമ്പും മാറ്റം വരുത്തിയിട്ടുമില്ല. നമ്മളുടെ ഉറക്കം ഉഴപ്പ് തന്നെയാണ്. നമ്മുടെ ഭക്ഷണ രീതി തോന്നിയതുപോലെയാണ്. അതിലേ പോകുന്നത് കയ്യിൽ കിട്ടതൊക്കെ നമ്മൾ വലിച്ചു ചെലുത്തുന്നുണ്ട്. നമ്മുടെ സ്ട്രെസ് വഴിയേക്ക് പോകുന്ന എല്ലാ വയ്യാവലിയും എടുത്ത് ചുമരിൽ വെക്കുന്ന ഒരു രീതി നമുക്ക് ആധുനിക മനുഷ്യനിൽ നിന്നുണ്ട്. അപ്പോ പിന്നെ സ്ട്രെസ് നമ്മുടെ സിവിലൈസേഷന്റെ ഭാഗമാണ്. സ്വാഭാവികമായും സൗകര്യങ്ങൾ കൂടുമ്പോൾ സ്ട്രെസ് കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വഴി നമ്മൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിലും ശരീരം പല ഭാഷയിലും പല രീതിയിലും നമ്മളോട് തലവേദനകളിലൂടെ പലതരം ലക്ഷണങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ കാണുന്ന പലതരം സൈൻസ് ആൻഡ് സിംറ്റംസിലൂടെ നമ്മളോട് അകത്ത് വലിയ യുദ്ധം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ബധിരകർണങ്ങളിൽ നമ്മുടെ അന്ധമായ നമ്മുടെ കണ്ണുകളിലേക്ക് അത് എത്തുന്നില്ല, നമ്മൾ കാണുന്നില്ല. നമ്മുടെ ബധിരകർണങ്ങളിലേക്ക് അത്തരം വിലാപങ്ങൾ എത്തി തെറിച്ചു പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ രണ്ടാമത്തെ ഘട്ടത്തിലാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ രോഗം ഐസ്ബർഗ് ഫിനോമിന കേട്ടിട്ടുണ്ടാവും. ഹൈപ്പർ ടെൻഷനിലാണ് ക്ലാസിക്കലി ഐസ്ബർഗ് ഫിനോമിന പറഞ്ഞിട്ടുള്ളത്. ഐസ്ബർഗ് ഫിനോമിനയിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളിപ്പോ 1 in 3, അതായത് 33% ആളുകൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നാണ് ഒരു എസ്റ്റിമേറ്റഡ് കണക്ക്. അതിലും ചെറിയൊരു ശതമാനം മാത്രമാണ് രോഗികളായിട്ട് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ മരുന്നെടുക്കുകയും ചെയ്യുന്നുള്ളൂ. ഈ പറയുന്ന 1 in 3 കൂടാതെ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള വലിയൊരു ശതമാനം, ചിലപ്പോൾ ഒരു 50 to 60% ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം അനോമലീസ് ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു കണക്കുകൾ പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇന്ന് കാണുന്ന രോഗത്തിന്റെ കണക്കുകൾ ഐസ്ബർഗിന്റെ ടിപ്പ് മാത്രമാണ്, മഞ്ഞുമലയുടെ മുനമ്പ് മാത്രമാണ്. അതായത് വെള്ളത്തിനടിയിൽ രോഗത്തിന്റെ നമ്മൾ അറിയാത്ത കാണാത്ത വലിയൊരു മഹാ പാരാവാരം തന്നെ ഈ വെള്ളത്തിന്റെ അടിയിൽ ജലനിരപ്പിന്റെ അടിയിലുണ്ട്. അത് പലപ്പോഴും നമ്മളുടെ ഉദാസീന മനോഭാവം കാരണം നമ്മൾ ചെക്ക് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ അറിയാത്തത് കൊണ്ട് നമ്മൾക്ക് പിന്നെ അറിയുന്നില്ല, നമ്മൾ കാണുന്നില്ല. അപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിലും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതശൈലിയെ നിയന്ത്രിക്കുക. ഈ വളരുന്ന സർപ്പത്തെ തകർക്കാൻ, അതിനെ തല്ലിക്കെടുത്താൻ, അതിനെ തച്ച് തകർക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു ഉപാധി, ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലും ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് തന്നെയാണ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. അവിടെയും നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ഉദാസീന മനോഭാവം കാരണം, നമ്മുടെ അലംഭാവം കാരണം നമ്മൾ ഒരു നിലപാടും അവിടെ എടുക്കുന്നില്ല. വ്യായാമമില്ല, തോന്നിയതുപോലെ കഴിക്കുന്നു. ഉറക്കത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങേയറ്റത്തെ ഉഴപ്പ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു. മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോൾ രോഗം പുറത്തേക്ക് വന്നിരിക്കുന്നു. തേർഡ് അവതാർ ഓഫ് ഡിസീസസ് ആൻഡ് ദ വാർ ബിഗിൻസ്. ഇതിവിടെ നമ്മൾ യഥാർത്ഥത്തിൽ വലിയ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. അവതാരം കൂടുതകർത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നു. അത് 1000 തലകൾ അമ്പായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് പലപ്പോഴും നമുക്ക് ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഗൗനിച്ചില്ലെങ്കിൽ അത് വലിയ അസുഖമായിട്ട് മാറുന്നു. ഇപ്പൊ നമ്മൾ രോഗികളാണ്. നേരത്തെ ഉണ്ടായിരുന്ന തലവേദന പിന്നീട് ട്യൂമറായിട്ട് മാറുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പലതരം വേദനകളും ഇപ്പൊ ആർത്രൈറ്റിസ് ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് ഇപ്പൊ അൾസർ ആയിട്ട് മാറുന്നു. ഇപ്പൊ നമ്മൾക്ക് മനോഹരമായ പേരുകളുണ്ട്. ഹൈപ്പർ ലിപ്പിഡീമിയ, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ആ ഒരു സാധനം ഉണ്ടല്ലോ COPD, അല്ലെ പൾമണറി, നമ്മുടെ വേറൊരു സാധനം ഉണ്ടല്ലോ ലൈക്ക് ഒബ്സ്ട്രക്റ്റിക് പൾമണറി ഡിസീസസ്. ഇതുപോലുള്ള രോഗങ്ങളുടെ മനോഹരമായ ഫാൻസി പേരുകളിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ ഈ വരേണ്യമായ രോഗങ്ങളും മുന്തിയ രോഗങ്ങളുമായിട്ട് നമ്മൾ പിന്നെ പല സിറ്റികളിലേക്ക് പോകുന്നു. ഇപ്പൊ നമ്മൾ ആദ്യത്തെ 2 ഘട്ടത്തിലുള്ള ഉദാസീന മനോഭാവത്തിലല്ല. ഇപ്പൊ നമ്മൾ ഗൗരവത്തിലാണ്. നമ്മൾ ഏറ്റവും നല്ല ഡോക്ടർ, ആ ഡോക്ടർ പോരാ, ഇയാൾ ഡിഗ്രി പോരാ, ഇങ്ങനെ നമ്മൾ വെപ്രാളത്തിലാണ്, പരക്കം പാച്ചിലാണ്. ഏറ്റവും നല്ല ഡോക്ടറെ തേടി, ഏറ്റവും നല്ല ആശുപത്രി തേടി, ഏറ്റവും മുന്തിയ മരുന്നുകൾ തേടി നമ്മൾ പരക്കം പാച്ചിലാണ്. ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ അവശ്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യില്ല. ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്. ഇവിടെയും നമ്മൾ ചെയ്യില്ല. നമ്മൾ കണ്ട ഡോക്ടർമാരും നമ്മൾക്കത് പഠിപ്പിച്ചു തരില്ല.
നമ്മൾ കണ്ടൊരു ഡോക്ടറും ഉറക്കത്തിന്റെ ശാസ്ത്രത്തെക്കുറിച്ച്, ഉറക്കത്തിന്റെ പ്രസക്തിയെക്കുറിച്ച്, ഭക്ഷണ രീതിയുടെ പ്രസക്തിയെക്കുറിച്ച്, ഏത് രീതിയിൽ ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, നിങ്ങളുടെ രോഗവും ഭക്ഷണവും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇത് പറഞ്ഞു തരുന്നതിനുള്ള ലിറ്ററസി ഡോക്ടർമാർക്കും ഇല്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഘട്ടത്തിലും ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം നമ്മൾ അവഗണിക്കുന്നു. നമ്മൾ പിന്നെ പോകുന്നത് മരുന്നുകളുടെ പിറകിലാണ്. ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ അശാസ്ത്രീയമായ തെറ്റായ ചികിത്സാ രീതികളിലൂടെ നമ്മൾ മുന്നേറുന്നത് അടുത്ത ഘട്ടത്തിലേക്കാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് യാട്രോജനിക് ഡിസീസസ്. അതായത് നമ്മൾ ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ 3-4 കാരണങ്ങൾ, ഇവിടെ നമ്മൾക്കൊരു കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് ഈ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നത്. പിന്നെ ചികിത്സിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സമയമില്ല, അതുപോലെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഡോക്ടറാണ് ബോസ്, അതുകൊണ്ട് ഞാനെന്തിനു ചിന്തിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തുന്നത്. മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ചികിത്സയിലേക്ക് പോകുന്നു. അങ്ങനെയാണ് നമ്മൾ 4-ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നത്. 4-ാമത്തെ ഘട്ടത്തിൽ നമ്മൾ എത്തുന്നത് യഥാർത്ഥത്തിന്റെ രോഗത്തിന്റെ വളർച്ചയല്ല, രോഗത്തിന്റെ വളർച്ചയെക്കാളും രോഗത്തിന്റെ ചികിത്സയിലുള്ള അപാകത കൊണ്ടുണ്ടായിരുന്ന ഒരു ഡിസീസ്, എന്താണ്, ഡോക്ടർ ഇൻഡ്യൂസ്ഡ് ഡിസീസ് അല്ലെങ്കിൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസീസിലേക്ക് നമ്മൾ പോകുന്നു. നിലവിലെ രോഗം കൂടാതെ പുതിയ രോഗങ്ങൾ, അതായത് ഒരാൾക്ക് വയറ്റിൽ പ്രയാസം വരും, തലവേദന വരുമ്പോൾ അദ്ദേഹം പലതരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് കഴിക്കും. പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയറ്റിലെ മൈക്രോബയോട്ടയെ തകർക്കുന്നു. മൈക്രോബയോട്ടയെ തകർക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ഹോർമോണൽ മെറ്റബോളിക് ആക്സിസിനെ തകർക്കും. ഗട്ട് ഡിസ്ബയോസിസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെയിൻ കില്ലറിൽ നമ്മൾ തുടങ്ങുകയാണ്, ഒരു തലവേദനയിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. പെയിൻ കില്ലർ നമ്മുടെ വയറ്റിനെ തകർക്കുന്നു, വയറ്റിനകത്തുള്ള മൈക്രോബയോട്ടയെ തകർക്കുന്നു. അത് പിന്നീട് മൊത്തത്തിൽ ആരോഗ്യത്തെ സമഗ്രമായ രീതിയിൽ, സമൂലമായ രീതിയിൽ തകർക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗട്ട് ഡിസ്ബയോസിസ് കാരണം ഇന്നത്തെ കണക്കനുസരിച്ച്, ഇന്നത്തെ മനസ്സിലാക്കൽ അനുസരിച്ച് മനുഷ്യന്റെ എല്ലാ ക്രോണിക് ഡിസീസസിനെയും, ഇമ്മ്യൂൺ ഡിസ്ഫങ്ഷൻസ് മുതൽ മൈഗ്രെയിൻ മുതൽ ആക്നി മുതൽ ആൽഷിമേഴ്സ് വരെയുള്ള എല്ലാ രോഗങ്ങളുടെയും അതിപ്രധാനമായ ഒരു റൂട്ട് കോസ് ഗട്ട് ഡിസ്ബയോസിസ് ആണ്. മൈക്രോബയോട്ട, നമ്മുടെ വയറ്റിലുള്ള നമ്മുടെ ചങ്ങാതി ബാക്ടീരിയകളുടെ ഉന്മൂലനം കാരണമാണ്. ആ ബാക്ടീരിയയുടെ നമ്മുടെ ശരീരത്തിൽ 85% ബാക്ടീരിയകളും ഫംഗൈകളും നമ്മുടെ ചങ്ങാതിമാരാണ്, കൂട്ടുകാരാണ്. 15% മാത്രമാണ് പുറത്തുനിന്ന് വരുന്ന അക്രമി ബാക്ടീരിയകളുള്ളൂ. ആ അക്രമി ബാക്ടീരിയകൾ പോലും ഈ ഗട്ട് ഡിസ്ബയോസിസിൽ മാത്രമേ അതിനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ തകർക്കാൻ പറ്റുള്ളൂ എന്നാണ് കണക്ക്. അപ്പോ നമ്മൾ ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ മരുന്ന് സേവിക്കുന്നതിലൂടെ, അശാസ്ത്രീയമായ ചികിത്സയിലൂടെ, വല്ലാത്ത സ്ട്രെസ്സിലൂടെ നമ്മുടെ വയറ്റിനകത്തുള്ള ഗട്ട് മൈക്രോബയോമിനെ, നമ്മുടെ ഗട്ട് ബയോമിനെ നമ്മൾ തകർക്കുകയും ആ തകർച്ചയിൽ നമ്മൾ പുതിയ ഒരുപാട് രോഗങ്ങളിലേക്ക്, അത് ട്യൂമർ ആവാം, ക്യാൻസർ ആവാം, അൽഷിമേഴ്സ് ആവാം, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ആവാം, ഈ രോഗങ്ങളുടെയൊക്കെ ഒരു റൂട്ട് കോസ്. അതുപോലെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിന്റെ, അതായത് ഹൈപ്പോതലാമസ് മുതൽ അഡ്രീനൽ വരെയുള്ള ഗൊണാഡൽ ഹോർമോൺസ് ഉള്ള എല്ലാ ഹോർമോൺസിന്റെയും ഒരു അടിസ്ഥാനപരമായ നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും നമ്മുടെ ഗട്ട് ബാക്ടീരിയകളിലാണ്. അപ്പോൾ അത് തകർക്കുന്നതിലൂടെ നമ്മൾ എല്ലാത്തിനെയും തകർക്കുകയാണ്. അങ്ങനെ 4-ാം ഘട്ടത്തിലേക്ക് വരുന്നു. 4-ാം ഘട്ടത്തിൽ നമ്മൾ പിന്നെ ഹോസ്പിറ്റൽ ഇൻഡ്യൂസ്ഡ് രോഗങ്ങളുണ്ട്, ഡ്രഗ് സൈഡ് എഫക്ട്സ് ഉണ്ട്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസീസസ് ഉണ്ട്, ട്രീറ്റ്മെന്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഡയഗ്നോസിസ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ മെഡിക്കൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ടും രോഗം, അതിന്റെ വാക്സിൻ, അതിന്റെ മരുന്നിന്റെയും വാക്സിന്റെയും സൈഡ് ഇഫക്റ്റുകൾ, മരുന്നിന്റെ ഓവർ യൂസ് കാരണം, അമിതമായ മരുന്ന് സേവ കാരണം ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഡ്രഗ് റെസിസ്റ്റൻസ് ബാക്ടീരിയയെ പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ബാക്ടീരിയകൾ കൂടുതൽ ശക്തി ആർജിക്കുന്നു. അതുപോലെ മരുന്നുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനിലൂടെ കൂടുതൽ പ്രയാസത്തിലേക്ക് നമ്മൾ പോകുന്നു. അത് സിനർജിറ്റിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നു, അത് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ഡ്രഗ് സപ്ലിമെന്റ് ഇന്ററാക്ഷൻസ് പോലുള്ള സംഭവങ്ങൾ, അതുപോലെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, ഹോസ്പിറ്റൽ ഡിസീസസ്, ഫോൾട്ടി ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് കാരണം, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ്. അതുപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാമോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ പറയാറുണ്ട്. അതുപോലെ പല ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറും രോഗത്തെ ട്രിഗർ ചെയ്യുന്നു എന്നും, അതുപോലെ
എന്താണ് ഫോൾസ് പോസിറ്റീവ്, മാമോഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ഫോൾസ് പോസിറ്റീവ് വരുന്നത്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന രീതിയിൽ നമ്മൾ എത്തിപ്പെടുകയാണ്. പിന്നെ മരുന്നിന്റെ ഫോൾട്ടി ഡിസ്പെൻസിങ്, അതായത് നമ്മുടെ ഡോക്ടർമാരുടെ ഏറ്റവും വലിയ ഒരു വിചിത്രമായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയത് അയാളുടെ ഫാർമസിസ്റ്റിന് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും അയാളുടെ ഫാർമസിസ്റ്റും തെറ്റായിട്ട് വായിച്ചിട്ട് തെറ്റായ മരുന്നുകൾ കൊടുക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. അപ്പൊ പലപ്പോഴും ഈ കാരണം കൊണ്ട് തന്നെ ആളുകൾ രോഗികളായിട്ട് മാറുന്നു. അങ്ങനെ പല രീതിയിലും ഭാവത്തിലും നമ്മളുടെ ചികിത്സ മനുഷ്യരെ കൂടുതൽ ഭീകരമായ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ വളരെ കൃത്യമായ, വളരെ പ്രധാനപ്പെട്ട, വളരെ ദാരുണമായ മറ്റൊരു കാര്യമാണ് iatrogenic പോവർട്ടി. ഇതിനെക്കുറിച്ച് ഒരുപാട് പാഠങ്ങൾ വന്നു കഴിഞ്ഞു. 1,00,000-ലധികം ആളുകൾ ഓരോ വർഷവും ചികിത്സിച്ച് കുത്തുവാള എടുക്കുന്നു എന്നുള്ള കണക്കുകളുണ്ട്. ചികിത്സിച്ച് കുത്തുവാള എടുക്കുന്നത് 1,00,000-ൽ കൂടുതൽ ആളുകളാണ് ഗ്ലോബലി. മരുന്ന് അതിൽ കുറച്ചും കൂടി ഒരു പ്രായം കൂടിക്കഴിഞ്ഞാൽ 50% ആളുകളും പിന്നെ ചികിത്സ കാരണം അവരുടെ സാമ്പത്തികമായി തകരുന്നുണ്ട്. ബാങ്ക്രപ്റ്റ്, ഇപ്പൊ US വന്ന കണക്കനുസരിച്ച്, അതായത് പിന്നെ ബാങ്ക്രപ്റ്റ് ഫയൽ ചെയ്യുന്നതിൽ 50% ആളുകളും ചികിത്സയിലൂടെ ബാങ്ക്രപ്റ്റ് ആയ ആളുകളാണ്. ബിസിനസ്സിലല്ലാത്ത ബാങ്ക്രപ്സിയിൽ, പേഴ്സണൽ ബാങ്ക്രപ്സിയിൽ വലിയ ശതമാനം ആളുകളുടെയും സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ചികിത്സ തന്നെയാണ് 50%-ൽ കൂടുതൽ. സോ ഇറ്റ് ഇസ് എ ഹ്യൂജ് എന്താണ് പ്രോബ്ലം ഔട്ട് ദെയർ. അപ്പോ വേറൊരു കാര്യം എന്ന് പറയുന്നത് അയാട്രോസിക് ജനീസസിന്റെ എന്താണ് ഡിസീസസിന്റെ, അതായത് വൈദ്യപ്പുണ്ണിന്റെ രോഗത്തിന്റെ കണക്കുകൾ 20 മില്യൺ ആളുകൾ ഓരോ വർഷവും ഈ പറയുന്ന മരുന്നിന്റെ ചികിത്സയുടെ നെഗറ്റീവ് എഫക്റ്റ് കാരണം വലയുന്നുണ്ട്, തകർക്കപ്പെടുന്നുണ്ട്. 1,42,000 ആളുകൾ മരിക്കുന്നുണ്ട് ഓരോ വർഷവും. ഇത് ചെറിയ കണക്കൊന്നുമില്ല. 10% ആളുകൾ ICUയിൽ അടക്കപ്പെടുന്ന ജനറൽ പോപ്പുലേഷൻ 10%-വും പലപ്പോഴും ചികിത്സയുടെ അപാകത കൊണ്ട്. നമ്മൾക്കറിയാം, ഈ അടുത്ത കാലത്ത് കോവിഡ് രോഗം വന്നപ്പോ അതിലേറ്റവും വലിയ കില്ലർ ആയിട്ടുണ്ടായിരുന്നത് കോവിഡ് ചികിത്സയുടെ അപാകതകളായിരുന്നു. പലപ്പോഴും കോവിഡ് ചികിത്സയുടെ ഉദാഹരണത്തിന് ഇൻറ്റുബേഷൻ ഇഞ്ചുറീസ് വലിയ നൊട്ടോറിയസ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ നമുക്കറിയാം വാക്സിൻ ഇഞ്ചുറീസ്. ഇപ്പൊ ഏറ്റവും പുതിയത് കോവിഷീൽഡ് വാക്സിന്റെ കഥ നമ്മൾ കേട്ടു കഴിഞ്ഞു. വാക്സിൻ ഇഞ്ചുറീസ്, ഇൻറ്റുബേഷൻ ഇഞ്ചുറീസ്, ഡ്രഗ് തെറാപ്പിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ തകർച്ചകൾ, ഇതൊക്കെ കാരണം ICUയിൽ അകപ്പെടുന്ന, എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് കേസുകളിൽ ആളുകൾ മരിച്ചത് കോവിഡ് നെഗറ്റീവ് ആയ ശേഷവും അവരുടെ ഇൻറ്റുബേഷൻ ഇഞ്ചുറി കാരണം ന്യൂമോണിയ ഉണ്ടാവുകയും അതുപോലെ ന്യൂമോതൊറാക്സ് ഉണ്ടാവുകയും മീഡിയാസ്റ്റൈനും ഉണ്ടായി അതിനെ ചികിത്സിക്കാൻ പറ്റാതെ മരണത്തിലേക്ക് കീഴടങ്ങിയ ഒരു 4-5 കേസുകൾ വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത ആളുകൾ എനിക്കറിയാം. പിന്നെ എൻ്റെ പേഷ്യൻസും അല്ലാത്തവരായ ആളുകൾ എനിക്കറിയാം. 5 പേരെങ്കിലും എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ഒട്ടേറെ കേസുകൾ ഞാനത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന ICUയിൽ അടക്കപ്പെടുന്ന അല്പം ഏജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ 51%-വും അയാട്രോജനിക് ഡിസീസസ് അല്ലെങ്കിൽ വൈദ്യപ്പുണ്ണ്, ചികിത്സാ പിഴവുകൾ കൊണ്ടാണ് ICUയിൽ എത്തിപ്പെടുന്നത് എന്നുള്ള കണക്കുകളും ലഭ്യമാണ്. അപ്പൊ എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴികൾ? ഈ വഴി തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ മാർഗദർശനം, കോമ്പസ് എന്താണ്? നമ്മൾ സ്വർഗത്തിലേക്ക് പോകണോ, ഹെൽത്തിലേക്ക് പോകണോ, ഹെൽത്തിലൂടെ ഹെല്ലിലേക്ക് പോകണോ, അതുപോലെ ഹെൽത്തി വേ ടു ഹെവൻ, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഇതിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്താണ് നമ്മുടെ കോമ്പസ്, എന്താണ് നമ്മുടെ ദിശാ സൂചിക, എന്താണ് നമ്മുടെ വഴികാട്ടി? നമ്മുടെ ജീവിത ശൈലി തന്നെയാണ്. നമ്മൾ പറയാറുണ്ട്, നമുക്ക് നാമേ പണിവതു നാക്കം നരകവും അതുപോലെ. ഇത് നമ്മുടെ കവി പാടിയതാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ നരകത്തെയും സ്വർഗത്തെയും നിർണയിക്കുന്നത്. നമ്മൾ തന്നെയാണ് വഴി തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ പങ്കായമുണ്ട്. നമുക്ക് ഏത് ദിശയിലേക്കും പോകാം. പക്ഷെ ഈ നമ്മുടെ രോഗികളെ, നമ്മുടെ മുമ്പിലുള്ള ഈ വിഷയത്തിൽ നിരക്ഷര കുക്ഷികളായ നമ്മുടെ പാവപ്പെട്ട രോഗികളെ സാക്ഷരരാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതൊക്കെ തന്നെ പഠിക്കണം. നമ്മൾ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റിന്റെ, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട നമ്മുടെ അപാകതകളുടെ, അപര്യാപ്തതകളുടെ
എന്താണ് ഇമ്പാക്റ്റ് രോഗങ്ങളിൽ എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കണം. ഞാൻ ചില സൂചനകളിലൂടെ പോയിട്ടേ ഉള്ളൂ. ഓരോ ആളുകളും കൃത്യമായി ഇത് മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. നമുക്ക് എത്ര മിനിറ്റ് ഉണ്ട്? ഏകദേശം 46, 50, ഒരു 4 മിനിറ്റ് കൂടെ, 10 മിനിറ്റ്. 4 മിനിറ്റ് കൂടിയാണ്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ ഒരു 10 മിനിറ്റ് നമുക്ക് എന്നിട്ട് ചോദ്യത്തിലേക്ക്, നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോകാം. ഒരുപാട് ഇൻപുട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് വേണം. അല്ല, നമുക്ക് ഒരു സെഷൻ വേണ്ടി വന്നാൽ അടുത്ത സെഷൻ അടുത്ത ആഴ്ച വെക്കാം ഡോക്ടർ. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു സെഷനും കൂടി പരിഗണിച്ചിട്ടുണ്ട്. നമുക്ക് ന്യൂട്രിജിനോമിക്സിനെ കുറിച്ച് ഒന്ന് പറയാനുണ്ട്. പിന്നെ അതുപോലെ ചില കാര്യങ്ങൾ, ന്യൂട്രിജിനോമിക്സ്, എപ്പിജെനറ്റിക്സ്, ഇത് രണ്ടും നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആസ് ഹോമിയോപ്പത്സ് നമ്മളുടെ വലിയൊരു ഉത്തരവാദിത്തം, നമ്മളൊരു ക്ലിനിക്കൽ സിനാരിയോയിൽ, നമ്മുടെ ഒരു ക്ലിനിക്കൽ അതോറിറ്റി എന്ന നിലക്ക് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു പുനഃപരിശോധന, ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയമാണിത്. നമ്മൾ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ പറയുന്ന അതിപ്രസക്തമായ പ്രാധാന്യമുള്ള ഈ ജീവിതശൈലിയുമായി നമ്മുടെ മരുന്ന് ചികിത്സയോടുകൂടി നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, പെർപെച്വേറ്റിംഗ് കോഴ്സുകൾ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ തന്നെ പ്രൈമറി കോഴ്സിലുള്ള പ്രധാനപ്പെട്ട മയാസ്മാറ്റിക് ഇതിനെയൊക്കെ ബാധിക്കുന്ന നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അറിവുകൾ നമ്മൾ രോഗികളിലേക്ക് എത്തിക്കണം. നമ്മൾ തന്നെ അതിൽ സാക്ഷരരാവേണ്ടിയിരിക്കുന്നു. നമ്മൾ വിശദമായി അത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ സൈക്കോളജി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഒരു ഡോക്ടർ എന്നുള്ളവർക്ക് അറിയേണ്ട സൈക്കോളജിയും സ്ട്രെസ് മാനേജ്മെന്റും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു കൃത്യമായ സ്ട്രെസ്സിന്റെ ഒരു പ്രശ്നം നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിൽ അവരെ നമ്മൾ റെഫർ ചെയ്യണം. ഒരു വിദഗ്ധനായ സൈക്കോളജിസ്റ്റിന്റെ ഇടയിലേക്ക് നമ്മൾ റെഫർ ചെയ്യണം. അതുപോലെ ഡയറ്ററി മാനേജ്മെന്റ് നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ മാർഗനിർദ്ദേശം കൊടുക്കണം. ഇനി വലിയ ചാലഞ്ചുകളിലാണെങ്കിൽ ഒരു ഡയറ്ററി മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഇത് നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്വമാണ്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഓരോ ആളുകളും ആത്മപരിശോധന നടത്തേണ്ട സമയവുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രോഗികളെ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. രോഗികളെ നമ്മൾ എംപവർ ചെയ്ത് ഓരോ രോഗിയെയും അവന്റെ ആരോഗ്യത്തിന്റെ ബോസാക്കി മാറ്റണം. ഡോക്ടറും മരുന്നും ചികിത്സയുമല്ല ബോസ്. നമ്മൾ ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നത്, നമ്മൾ അവരെ ചികിത്സിക്കുന്നതോടുകൂടി തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മൾ അവരെ സാക്ഷരരാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ സ്വയം തന്നെ അത്തരം വിഷയങ്ങളിൽ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു യന്ത്രത്തെ നമ്മൾ അതിന്റെ കൃത്യമായ മെയിൻ്റെനൻസ്, നമ്മൾക്കറിയാം, നമ്മൾക്ക് ഒരു യന്ത്രം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിന്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണ്, അതിന്റെ മാനുവൽ എന്താണെന്ന് നമുക്കറിയാം. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ നിരക്ഷരരാണ്. അവിടെ നമ്മൾ പഠിച്ചേ തീരുള്ളൂ. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതിന് സിക്ക് പാരഡോക്സ് എന്നാണ് പറയുക. 1 ഉം 2 ഘട്ടത്തിൽ നമ്മൾ ഓരോ മനുഷ്യനും ഉദാസീനരാണ്. നമ്മൾ ആരോഗ്യഘട്ടത്തിൽ നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് ഉദാസീനരാണ്. നമ്മൾ ഉറക്കത്തിന്റെ അവസ്ഥയിലാണ്. 3ാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തും ചെലവാക്കാനും ആരോഗ്യം തിരിച്ചു പിടിക്കാനും നമ്മുടെ മൊത്തം സമ്പാദ്യം ചെലവഴിക്കാനും നമ്മൾ തയ്യാറാവുന്നു. ഇത്തരം പാരഡോക്സിലൂടെ രോഗികൾ പോകുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് ആ പാരഡോക്സ് നിന്ന് അവരെ വെളിയിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. അടുത്ത പ്രാവശ്യം നമ്മൾ എപ്പിജെനറ്റിക്സിനെ കുറിച്ചും ന്യൂട്രിജിനോമിക്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷൻസ് ഓഫ് കോഴ്സ്. ഓക്കെ നജീബ് ഡോക്ടറെ, രോഗങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് അതൊരു 4 അവതാരങ്ങളിലാക്കി വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. ഇനി ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഉള്ള കമന്റ്സുകളും എന്തെങ്കിലും സംശയങ്ങളോ ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. എല്ലാവരും വേഗത്തിൽ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വരണം. സമയം കുറവാണ്, 10 മിനിറ്റ്. കമന്റുകൾ പറയാൻ അല്ലെങ്കിൽ ഡോക്ടറോട് സംസാരിക്കാൻ. ഷാജിക്കുടിയായിട്ട് ഡോക്ടർ സംസാരിക്കുന്നുണ്ടോ?
നമസ്കാരം ഡോക്ടറെ. ഞാൻ ഒരു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നജീബ് ഡോക്ടർ ഇന്നിവിടെ അവതരിപ്പിച്ചത് സാധാരണ നമ്മുടെ ഫോറത്തിൽ വന്നിട്ട് എല്ലാവരും ടിപ്സ് കിട്ടാൻ വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ ഡോക്ടർ പ്രസന്റ് ചെയ്ത ടിപ്സിന് വേണ്ടി ഉതകുന്നതല്ലെങ്കിലും ഞാൻ അതിനെ ഒരു സൂപ്പർ ടിപ്പായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം നമുക്കൊരു ഫിലോസഫിക്കൽ കൺസെപ്ഷൻ, ഒരു ഫിലോസഫിക്കൽ എന്താണ് കൺസ്ട്രെയിൻഡ് ഫിലോസഫിക്കൽ കൺക്ലൂഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നതിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല ഹോമിയോ ഡോക്ടർ ആകാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നമുക്കൊരു ഫിലോസഫിക്കൽ കൺവിക്ഷൻ ഉണ്ടാവണം. ആ കൺവിക്ഷൻ എന്നുള്ള പേരാ ഞാൻ ആദ്യം വിട്ടുപോയത്. അപ്പൊ കൺവിക്ഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ് ഇൻ ബിക്കമിങ് എ ഗ്രേറ്റ് ഫിസിഷ്യൻ. അപ്പോ ഈ നജീബ് ഡോക്ടർ ഇന്ന് പ്രസന്റ് ചെയ്ത പോലെയുള്ള ഫിലോസഫിക്കൽ കൺവിക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഫോറം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് വേരിയേഷൻസ് വരും. കാരണം ഞാൻ ഹോമിയോപ്പതി ഒരിക്കലും ഒരു പേഷ്യന്റ് സ്പെസിഫിക് മാത്രമല്ല ഡോക്ടർ സ്പെസിഫിക് ആണെന്നും കൂടി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അത് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അത് നമ്മൾ ഈ ഹോമിയോപ്പതി വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യമാണ്. കാരണം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഹനിമാൻ പറഞ്ഞു. ഇപ്പൊ ഹാനിമാൻ അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിന്റെ ഹാഫ് കഴിഞ്ഞപ്പോഴാണ് ഹോമിയോപ്പതി കണ്ടുപിടിച്ചത്. അതിനുശേഷം ഒരു ഹാഫ് പീരീഡ് കൊണ്ട് 6 times ഓർഗനോൺ റീറൈറ്റ് ചെയ്തു അദ്ദേഹം. അപ്പോ ലോജിക്കലായിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഫ്യൂച്ചറായിട്ട് ഹനുമാന്റെ കാലശേഷവും നമ്മൾ നടത്തിയാൽ മാത്രമേ ഹോമിയോപ്പതിയെ നമുക്ക് കൂടുതൽ ഔന്നത്യത്തിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോമിയോപ്പതി മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഉത്തമമായ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിട്ട് രൂപാന്തരപ്പെടുന്നുവെങ്കിൽ ഒത്തിരി പേരുടെ കോൺട്രിബ്യൂഷൻസ് ആവശ്യമുണ്ട്. അപ്പൊ നമ്മളെല്ലാം അതിനെ നിയോഗിക്കപ്പെട്ടവരും വിധിക്കപ്പെട്ടവരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചെയ്യേണ്ടവരുമാണ്. നമ്മൾ ചെയ്തില്ലെങ്കിൽ, അറിഞ്ഞു ചെയ്തില്ലെങ്കിൽ ഹോമിയോപ്പതിയെ ശത്രുക്കള് ഹോമിയോപ്പതിയെ പിടിച്ചു കെട്ടി പിന്നോട്ട് താത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ഫിലോസഫിക്കൽ കൺവിക്ഷൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണം. വെറും ടിപ്പിൽ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഈ കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരവസ്ഥ. നമ്മൾ കഞ്ഞി കുടിച്ചല്ല, നമ്മൾ ഏറ്റവും മെച്ചപ്പെട്ട് ജീവിക്കുന്നതിനുള്ള അവസ്ഥയിലോട്ട് മാറണമെങ്കിൽ ഈ നജീബ് ഡോക്ടർ പറഞ്ഞ പോലെയുള്ളത് ഓരോ വ്യക്തിയിലും ഉണ്ടാവണം, ഓരോ ഹോമിയോപ്പതി ഡോക്ടറിലും ഉണ്ടാകണം. അപ്പൊ അതിന് ഇതുമാതിരിയുള്ള പ്രസന്റേഷൻസ് ആവശ്യമാണ്. ഇതുമാതിരിയുള്ള കൺവിക്ഷൻസിലോട്ട് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നജീബ് ഡോക്ടർക്ക് വന്നതിലും ഇങ്ങനെയുള്ള പ്രസന്റേഷൻ നടത്തിയതിലും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. ഓക്കെ ഷാജി കുടിയേറ്റ ഡോക്ടറെ. അടുത്തത് ഡോക്ടർ പ്രവീൺ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടറെ, ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം ശക്തമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാട്, അത് അണ്ടർസ്റ്റാൻഡിങ്, എന്തിനു വേണ്ടിയാണ് ജീവിതം വെറുതെ സുഖിക്കാൻ മാത്രമുള്ളതാണോ, ഈ ഒരു പുനർചിന്ത ആവശ്യമാവുന്ന രീതിയിൽ, ആ രീതിയിലൊരു കാഴ്ചപ്പാട് ആണല്ലോ മയസ്മാരിക് കാഴ്ചപ്പാട്. അപ്പോൾ മയസ്മാരിക് കറക്ഷൻ നടന്നില്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു പലപ്പോഴും ഉള്ള ചോദ്യം. അവിടെ നമ്മൾ പഠിക്കേണ്ട, അന്വേഷിക്കേണ്ട വലിയ ഒരു ഏരിയ ആണത്. ഞാൻ തന്നെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മളിത് കാണുന്നത് മയസ്മാറ്റിക് കറക്ഷൻ മെഡിസിനിലൂടെ, അതായത് നമ്മൾ കറക്ഷൻ ചെയ്യുന്നത് മെഡിസിനിലൂടെ, അല്ലെങ്കിൽ പൊട്ടൻറ്റൈസ്ഡ് മെഡിസിനിലൂടെയാണ്. അതുപോലെ പിന്നെ അതുണ്ടാക്കുന്നത് ഫിസിക്കൽ എനർജിയിലുള്ള മാറ്റങ്ങളാണ്. അതുപോലെ ഫിസിക്കൽ എനർജിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചൈനീസ് അക്യുപങ്ചർ പോലുള്ള രീതിയിലും അവരും എനർജിയിലെയും ചീയിലാണ് അവർ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. വൈറ്റൽ ഫോഴ്സ് നമ്മൾ പറയുന്നത് തന്നെയാണ് അവിടെ ചീ എന്ന് പറയുന്നത്. അതുപോലെ കോഗ്നിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാറ്റം ഉണ്ടായിട്ട് ആളുകൾ, നമ്മൾ വില്ലൻ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയാം, ഹയസ്റ്റ് ഐഡിയൽ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് നമ്മൾ പറയുന്ന ഒരു ഹാനിമാൻ പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ നമ്മൾക്ക് അറിവിലൂടെയും അവബോധത്തിലൂടെയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ഒരു അക്കാഡമിക് സബ്ജക്റ്റാണ്. നമ്മൾ അന്വേഷിക്കേണ്ട, പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അങ്ങനെ ഉണ്ടാവുമെന്നാണ് അത്തരം ഏരിയയിൽ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത്. അതായത് പിന്നെ മെഡിറ്റേഷനിലൂടെ,
അല്ലെങ്കിൽ അവയർനെസ്സിലൂടെ ധ്യാനത്തിലൂടെയൊക്കെ ആളുകൾക്ക് ചീയിൽ എനർജിയിൽ മാറ്റമുണ്ടാക്കാനും രോഗാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനും പറ്റുമെന്നും എന്താണ് രോഗാവസ്ഥയിൽ നിന്ന് സമഗ്രമായ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റുമെന്നൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഫിലോസഫി വളരെ ശക്തമാണ്. അത് പ്രാണിക് ഹീലിംഗ് മുതൽ സിൽവ മെത്തേഡ് മുതലുള്ള ഒരുപാട് ശാസ്ത്രം നിലവിലുണ്ട്. അതിൽ ലാടവൈദ്യന്മാരും ആവശ്യത്തിൽ കൂടുതലുണ്ട്. പിന്നെ കള്ളനാണയങ്ങൾ ഇഷ്ടംപോലുള്ളൊരു മേഖലയാണ്. പിന്നെ പക്ഷെ അതിലും വളരെ വളരെ ശക്തമായ വളരെ എന്താ പറയാ കൺവിൻസിങ് ആയിട്ടുള്ള എന്താണ് സിദ്ധാന്തങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. അപ്പോ അവിടെയും എനിക്ക് തോന്നുന്നത് മയാസ്മാറ്റിക് ചേഞ്ചസ് മെഡിറ്റേഷനിലൂടെ സാധ്യമാണോ എന്നാണ് നമ്മൾ ഉള്ളൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കും. ഈ ആർട്ടിഫിഷ്യൽ മോഡിഫിക് ഏജന്റ് അല്ലാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ഹോർമെറ്റിക് ചേഞ്ച് ആണ്, ഹോർമെറ്റിക് ട്രിഗർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹോർമെറ്റിക് ട്രിഗർ ക്യാൻ ബി ഡൈനാമിക്, ഫിസിക്കൽ ഓർ എന്താ പറയാ സ്പിരിച്വൽ. അപ്പൊ അവിടെ സ്പിരിച്വൽ പ്ലെയിനിൽ അങ്ങനെ സാധ്യമാണോ, അവിടെ ഒരു സൈക്കോ തെറാപ്പിയിലൂടെ സാധ്യമാണോ, മെഡിറ്റേഷനിലൂടെ സാധ്യമാണോ എന്നുള്ളതൊക്കെ ഇപ്പൊ ഡോക്ടർ ചോദിച്ച പോലെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പോ മരുന്ന് അല്ലാതെ അല്ലെങ്കിൽ ഹോമിയോപ്പതിക് മെഡിസിൻ അല്ലാതെ അത് സാധ്യമാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് സാധ്യമാണ്. പക്ഷെ ഹോമിയോപ്പതിക് മെഡിസിൻ ഈസ് എ വെരി പവർഫുൾ ടൂൾ. പലപ്പോഴും എല്ലാവർക്കും മെഡിറ്റേഷൻ സാധ്യമാവില്ല. എല്ലാവർക്കും മെഡിറ്റേഷനിലേക്ക് പോകാന്ന് പറയുന്നത് വളരെ എന്താ പറയാ അത്ര എളുപ്പമില്ലാത്തൊരു ഒരു ടൂളാണ്. പക്ഷെ ഹോമിയോപ്പതി വളരെ എളുപ്പമുള്ള ഒരു ടൂളാണ് ആ അർത്ഥത്തിൽ. പക്ഷേ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആസ് എന്താ പറയാ ടൂൾ എല്ലാവരും നിർബന്ധമായിട്ടും മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടത്. നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ പോലും മെഡിസിൻ മയാസ്മാറ്റിക് ചേഞ്ചസ് ഉണ്ടാക്കിയാലും ഇപ്പൊ എനിക്ക് എൻ്റെ റീനൽ അലോപ്പതിയിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ യൂറേട്രിക് സ്റ്റോൺ ഉണ്ടാവുകയാണ് ഭീകരമായ അവസ്ഥയിൽ. അല്ലാതെ നമ്മുടെ ഡോക്ടറും നമ്മുടെ സാറന്മാരൊക്കെ മരുന്ന് തന്നിട്ടുണ്ട്. പലപ്പോഴും അത് വലിയ ഗുണം ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് ആശുപത്രിയിൽ പോയി 3-4 ഇഞ്ചക്ഷൻ എടുക്കും. പക്ഷെ അവിടെയും നമ്മൾക്ക് ഒരു സ്ഥായിയായ ചികിത്സ അലോപ്പതിയിലും ഇല്ല. അവസാനം ഹോമിയോപ്പതി തന്നെയാണ് എന്നെ വലിയ അളവോളം അതിൽ സഹായിച്ചത്. മുമ്പ് ഞാൻ ലൈക്കോപോഡിയം കഴിച്ചിട്ട് അത് എനിക്ക് ആശ്വാസം തന്നിട്ടില്ലെങ്കിൽ പിന്നീട് ലൈക്കോപോഡിയം 1 മാസത്തോളം എൻ്റെ തന്നെ ഒരു ബന്ധുവായ ഡോക്ടറിന്റെ അളിയനാണ് 1 മന്ത് കഴിക്കാൻ പറഞ്ഞത്. 1 മന്ത് കഴിച്ചു. പിന്നെ 16ഓളം കൊല്ലം എനിക്ക് അത് ഉണ്ടായിട്ടില്ല. പക്ഷെ 16 കൊല്ലത്തിന് ശേഷം വീണ്ടും വന്നു. പിന്നീട് പലവട്ടം വന്നു. പക്ഷെ വീണ്ടും ആ മരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ പലതരം മരുന്ന് കഴിച്ചപ്പോഴും ആ റെക്കറൻസ് മുമ്പത്തെ പോലെ അത് തടഞ്ഞു നിർത്താൻ പറ്റിയില്ലെങ്കിലും പിന്നെ അതിനുശേഷം ഞാൻ ലൈഫ് സ്റ്റൈലും കൂടി മാനേജ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് അല്ലെങ്കിൽ 7 വർഷമായിട്ട് എനിക്ക് അത്തരം അറ്റാക്കുകളില്ല. എന്ന് മാത്രമല്ല, എനിക്ക് ഇനി അത്തരം അറ്റാക്കുകൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പം എൻ്റെ ബോഡിയെ കുറിച്ച് എനിക്കുണ്ട്. എൻ്റെ ബോഡിയുടെ സാക്ഷരത എന്നോട് പറയുന്നത് ഐ വോണ്ട് ബി ഗെറ്റിംഗ് another attack of renal stone if I preserve this lifestyle as what I am doing now. ഓക്കെ നജീബ് ഡോക്ടറെ, നമ്മുടെ സമയം ഓക്കെ നമ്മുടെ IFPHന്റെ പ്രസിഡന്റ് നമ്മുടെ ബഹുമാന്യനായ സേട്ട് സാറ് വന്നിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ സാറ്? സേട്ട് സാറ് ഷോർട്ടാക്കി പറയണേ സാർ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. അതായത് നമ്മളിപ്പോ 10 മണിയായില്ലേ? 10 മണിയായി, വൈൻഡപ്പ് ചെയ്യാൻ സമയമായി, ഉറങ്ങാൻ സമയമായി. ഉറങ്ങാൻ സമയമായിട്ടില്ല. ഉറങ്ങാൻ 12 മണിയാവും. അതെയോ? സാർ നൈറ്റ് ഔളാണ്. നമ്മൾ ക്രോണോ ടൈപ്പിംഗ് പറയും സാർ. ഓരോ ആളും ഓരോ സമയമാണ്. രാവിലെ 3:45 4 മണിക്ക് എഴുതുകയും ചെയ്യും. ഓ സൂപ്പർ. NTRനെ പോലെ. ഞാൻ നെഹ്റുജിയുടെ ആളാ. ഉറക്കം. അതെ NTR നെഹ്റു ഒക്കെ അങ്ങനെയായിരുന്നു. അത് കൂടെ ഉറങ്ങാൻ പറ്റൂല. അതെ അല്ലേ? ഓ സൂപ്പർ. ക്ഷീണം കൊണ്ട് പകലിങ്ങനെ തൂങ്ങിപ്പോവും. ഓ സൂപ്പർ. യാത്ര ഉണ്ടെങ്കിൽ എറണാകുളം വരെ പോയിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്ന ഉടനെ കണ്ണൂരിൽ പോയി ഈ ട്രാവൽ ഉണ്ടായിരുന്നു. ക്ഷീണം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇന്നിപ്പം മീറ്റിംഗ് കഴിയാറായി നമ്മളല്ലേ? കഴിയാറായി സാറേ. ഇനി അടുത്ത നന്ദി പറയേണ്ട സമയമാണ്. സാറിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ അല്ലേ? ഒന്നും പറയാനില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ സാറേ, വന്നതിൽ സന്തോഷം. ഓക്കെ സാർ.
അടുത്തത് മുറിവേദന ശ്രമിക്കുക കയറാൻ വേണ്ടി ആ. പറ്റുന്നില്ല. ഓക്കെ സാർ. ടെസ്റ്റിന്റെ പോകണമായിരിക്കും. പിന്നെ വഴിയിൽ യാത്രയിലായതുകൊണ്ട് കിട്ടാത്ത കഴിക്കും ഇന്നത്തെ കഴിക്കും. ഇന്നത്തെ ക്ലാസ് എടുത്ത നജീബ് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കും. പുതിയ വണ്ടി ഞാൻ ഫിറ്റ് ചെയ്യാം, എല്ലാം നെറ്റെല്ലാം ഫിറ്റ് ചെയ്യാം. പഴയ വണ്ടി ഉണ്ടായിരുന്നു, അത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കൊന്നും കിട്ടുന്നില്ല. പുതിയ വണ്ടിയെല്ലാം ചേർക്കണം. ഓക്കെ സാറേ. ധനേഷ് ഡോക്ടറെ പറയാൻ പറ്റുമോ? തീർച്ചയായും വളരെ നല്ല ഒരു സെഷനായിരുന്നു. നമുക്ക് ഇതുപോലുള്ള സെഷനുകൾ ഷാജി ഡോക്ടർ പറഞ്ഞ പോലെ വളരെ അനിവാര്യമാണ്. രഞ്ജിൻ ഡോക്ടർ എടുത്ത് പറയുകയുണ്ടായി. ഹോമിയോപ്പതി ഡോക്ടർമാരുടെ കോൺഫിഡൻസ് കിട്ടാൻ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇന്ന് ഈ വേദിയിൽ വന്ന് ഇതിന്റെ ഫങ്ഷണൽ മെഡിസിന്റെ 2ാം ഭാഗം എടുത്തതിൽ വളരെ സന്തോഷം. ഇനിയും നമുക്ക് അടുത്തൊരു സെഷൻ വെക്കാം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും IMBCന്റെ പേരിൽ എന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ. നമ്മുടെ പ്രസന്റേഷൻ വളരെ കുറവാണല്ലേ? 49 ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? കുറച്ച് പഴയ പേര് പോലെ വരുന്നില്ല. അല്ല, 50-55 പേരൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പോ 85 ഉണ്ടായിരുന്നു. നേരത്തെ 100 മേളിൽ പോകുമായിരുന്നു. 100 മേളയില് ഈയിടെ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കുറവാണ്. പിന്നെ കുറച്ച് മെഡിസിനൊക്കെ ടിപ്സ് ഒക്കെ കിട്ടുമായിരുന്നെങ്കിൽ ചിലപ്പോ കുറച്ച് പേരുടെ ഒക്കെ കയറി. ഇനി കൊടുക്കാതെ അല്ല, ടിപ്സ് വരുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് സംബന്ധിച്ച് ഡോക്ടേഴ്സിന് ഒരു അവർ ചെയ്യേണ്ട കർത്തവ്യങ്ങളും അല്ലെങ്കിൽ എന്താണ് ഡിസീസ് അതിൽ മാറ്റേണ്ടത് എന്ത്, എങ്ങനെ അത് വരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു ഇന്ന് ഡോക്ടർ ക്ലാസ് എടുത്തത്. വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. ഹ്യൂബർട്ട് ഡോക്ടർ മൈക്ക് അത് സാറ് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരും യൂട്യൂബിലോട്ട് കയറുന്നുണ്ട്. യൂട്യൂബ് കാരണം അടുത്ത ദിവസം യൂട്യൂബിൽ കാണാമല്ലോ, അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് കയറുന്നു. അപ്പോൾ ഇതിലുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെയാണ്. യൂട്യൂബിൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. ദിവസം ഏകദേശം 800 പേരോളം കാണുന്നുണ്ട് ഡെയിലി. 800 പേരോളം കാണുന്നുണ്ട്. ഒരു 24 വളരെ സന്തോഷം. എണ്ണം കൂടിയിട്ടുണ്ട്. ഓക്കെ ഹ്യൂബർട്ട് ഡോക്ടറെ, അപ്പൊ വളരെ നല്ലൊരു ക്ലാസ് നജീബ് ഡോക്ടർ ഇനിയും ഒരു ക്ലാസ് എടുക്കാന്ന് ആണ് വാക്ക് തന്നിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, ക്ലാസ് എടുത്ത നജീബ് ഡോക്ടർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.